ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ്. കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, കറണ്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻപുട്ടിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിരിക്കുള്ളൂ, പ്രീവിയസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കീ ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നോ ഫീഡ്ബാക്ക് ഈസ് റിക്വയർഡ് എന്ന് പറയുന്നതാണ്. അതായത് നമുക്ക് എന്താണ് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തിരിച്ച് ഫീഡ് ചെയ്യാനില്ല. അതുകൊണ്ട് എന്താണ് ഫീഡ്ബാക്ക് ആവശ്യമില്ല. ഫീഡ്ബാക്ക് ആവശ്യമില്ല വെച്ചാൽ ഡെഫിനറ്റ്ലി മെമ്മറിയും ആവശ്യമില്ല. നോ മെമ്മറി റിക്വയർഡ്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെയാ ഉണ്ടാവുക? ഇൻപുട്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കും, ലോജിക് ഗേറ്റ്സ് ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഇത്രയും സംഭവങ്ങളാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് നമുക്ക് കോമ്പിനേഷണൽ സർക്യൂട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ഹാഫ് ആഡർ ആണ്. ഹാഫ് ആഡർ എന്ന് പറയുമ്പോൾ രണ്ട് 1 ബിറ്റ് നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷൻ ചെയ്യുന്ന ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാഫ് ആഡർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ രണ്ട് ഇൻപുട്സ് എടുക്കുകയാണ്, എ ആൻഡ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്കും ബിക്കും ഏതൊക്കെ കോമ്പിനേഷൻ വരാം? 0 0 0 1 1 0 1 1 ഇത്രയും കോമ്പിനേഷൻസ് വരാം. അതിനൊക്കെ വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സം ഉണ്ടായിരിക്കണം, ക്യാരി ഉണ്ടായിരിക്കണം. അപ്പൊ സം എന്ന് പറയുന്നത് 0 0 ആവുന്ന സമയത്ത് സം എന്താണ്? 0 ആണ്. 0 1ലും 1 0ലും സം ഈക്വൽ ടു 1 ആയിരിക്കും. 1 1ല് സം ഈക്വൽ ടു 0യും ക്യാരി ഈക്വൽ ടു 1 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, സം എന്ന് പറയുന്നത് നമ്മളൊരു ഗേറ്റ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഗേറ്റ് ആയിരിക്കും വരിക? ഡിഫറെന്റ് ഇൻപുട്സ് വരുന്ന സമയത്ത് മാത്രം ഔട്ട്പുട്ട് വരുന്ന ഒരു ഗേറ്റ് ആണ് അല്ലെ? ഇവിടെ രണ്ട് ഭാഗത്തും ഡിഫറെന്റ് ഇൻപുട്സ് വന്നപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട്സിൽ 1 വന്നിട്ടുള്ളത്. ബാക്കി രണ്ട് കണ്ടീഷനിലും 0 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഏത് ഗേറ്റിന്റെ ആണ്? എക്സോർ ഗേറ്റിന്റെ ആണ്. ഓക്കെ. അതുപോലെ ക്യാരിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും 1 വരുന്ന ടൈമിൽ മാത്രമാണ് 1 ഔട്ട്പുട്ടിൽ വരുന്നത്. അല്ലാത്ത സമയത്തെല്ലാം 0 ആണ് വരുന്നത്. അതായത് അത് ഏത് ഗേറ്റ് ആയിരിക്കും? ആൻഡ് ഗേറ്റ് ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സമ്മിന്റെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? എയും ബിയും കൂടി ഒരു എക്സോർ ഗേറ്റിലേക്ക് കൊടുത്തിട്ടുള്ളത് ഔട്ട്പുട്ടിൽ എടുക്കുന്നതാണ് സം വരിക. വേർ സം ഇസ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ എന്ന് എഴുതാം. എ എക്സോർ ബിയുടെ എക്സ്പാൻഷൻ ആണിത്. ഓക്കെ. അതുപോലെ നമുക്ക് ക്യാരി കാണിക്കാനായിട്ട് നമുക്ക് ഏത് ഗേറ്റ് വേണം എന്നാ പറഞ്ഞത്? ആൻഡ് ഗേറ്റ് വേണം എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ എന്നും ബിന്നും ടാപ്പ് ചെയ്തെടുത്തിട്ട് ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്യാരിയുടെ വാല്യൂ നമുക്ക് എ ഇൻറ്റു ബി എന്നുള്ളത് കിട്ടും. അപ്പൊ ആ എക്സ്പ്രഷൻ ആണ് ഇവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത്. സം എന്ന് പറയുന്നത് എന്താണ്? എ എക്സോർ ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ ആൻഡ് ക്യാരി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആയിരിക്കും. അപ്പൊ ഇതാണ് ഹാഫ് ആഡർ സർക്യൂട്ടിന്റെ കേസിൽ വരുന്നത്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില പോയിന്റ്സ് ആണ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. നാൻഡോ നോറോ ഗേറ്റ് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഹാഫ് ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് നാൻഡ് ഓർ നോർ ഗേറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 5 ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ minimum number of logic gates needed to implement half adder circuit if all gates except XOR-ഉം XNOR-ഉം are available. XOR-ഉം XNOR-ഉം ഒഴിച്ച് ബാക്കി എല്ലാ ഗേറ്റ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹാഫ് ആഡർ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിനിമം നമുക്ക് എത്ര ലോജിക് ഗേറ്റ്സ് വേണം എന്നാണ് ചോദിക്കുന്നത്. അത് എത്രയാണ്? 3 ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ 2/1 മക്സ് കൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹാഫ് ആഡറെങ്കിൽ എത്ര എണ്ണം വേണമെന്നാണ്? അതും 3 ആണ്. ഓക്കെ. അപ്പൊ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫുൾ ആഡർ ആണ്. അപ്പൊ ഹാഫ് ആഡറിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? സം ഓഫ് 2 ഇൻപുട്ട് ബിറ്റ്സ് ആണ് എടുത്തത്. ഇവിടെ ഫുൾ ആഡറിന്റെ കേസിൽ എന്തായിരിക്കും? സം ഓഫ് 3 ഇൻപുട്ട് ബിറ്റ്സ് ആയിരിക്കും. ഒന്ന് ആഡന്റ് ബിറ്റ്, ഒന്ന് ഓഗന്റ് ബിറ്റ്,
പിന്നെ മറ്റൊന്ന് ക്യാരി ബിറ്റ്. ഓക്കെ, ഇനി സം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഏതായിരിക്കും? എ ബി സി എന്ന് പറഞ്ഞ 3 വേരിയബിൾ ഉണ്ടായിരിക്കും. അപ്പൊ നേരത്തെ പോലെ തന്നെ എ എക്സോർ ബി എക്സോർ സി ചെയ്തതായിരിക്കും സം എന്ന് പറയുന്നത്. ക്യാരി എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി പ്ലസ് സി ഇൻറ്റു എ എക്സോർ ബി ചെയ്തതാണെന്ന് എഴുതാം. ഓക്കെ, അപ്പൊ സമ്മിന്റെയും ക്യാരിയുടെ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഫുൾ ആഡർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹാഫ് ആഡേഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് 2 ഹാഫ് ആഡറും അതുപോലെ ഒരു ഓർ ഗേറ്റും ആവശ്യമായിട്ട് വരും. ഓക്കെ, 2 ഹാഫ് ആഡറും ഒരു ഓർ ഗേറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഫുൾ സബ്ട്രാക്ടർ എടുക്കുക, അതിന് ഒരു നോട്ട് ഗേറ്റും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫുൾ ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈ 2 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹാഫ് ആഡറിന് ആൻഡ് ഓർ നോർ ഗേറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് എത്ര എണ്ണം വേണം? 5 ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ ഫുൾ ആഡറിന്റെ കേസിൽ വരുന്ന നമ്പർ നോക്കുക, 9 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാനുള്ളത് ഹാഫ് സബ്ട്രാക്ടർ ആണ്. ആഡേഴ്സ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി സബ്ട്രാക്ടേഴ്സ് ആണ് വരുന്നത്. ഹാഫ് സബ്ട്രാക്ടേഴ്സിന്റെ കേസിൽ ഡിഫറൻസിന് വരുന്ന ലോജിക് ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം ആസ് ഹാഫ് ആഡർ ആണ്. അതായത് എ എക്സോർ ബി വിച്ച് മീൻസ് എ ബാർ ബി പ്ലസ് എ ബി ബാർ തന്നെയാണ് ഡിഫറൻസിന്റെ കേസിൽ ട്രൂത്ത് ടേബിൾ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് വരുന്നത്. ബോറോന്റെ കേസിൽ പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട്. എ ബി എന്നുള്ളതല്ല, എ ബാർ ബി എന്നുള്ളതാണ് ബോറോന്റെ കേസിൽ വരുന്ന ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് നേരത്തെ പോലെ തന്നെ എ ബി എന്ന് പറയുന്ന 2 ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ എ എക്സോർ ബി നമ്മൾ എക്സോർ ഗേറ്റിലേക്ക് കൊടുത്തിട്ട് എടുക്കുന്ന ഔട്ട്പുട്ട് ഡിഫറൻസും, ബോറോന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? എനെ ആദ്യം നോട്ട് ചെയ്യണം, എന്നിട്ട് ബിയും ചേർത്ത് ഒരുമിച്ച് ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഹാഫ് സബ്ട്രാക്ടർ കിട്ടുക. ഓക്കെ, ഇനി നാൻഡ് ഓർ നോർ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഹാഫ് സബ്ട്രാക്ടർ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഹാഫ് ആഡറിന്റെ ഇംപ്ലിമെന്റേഷൻ പോലെ തന്നെ 5 നാൻഡ് ഓർ നോർ ഗേറ്റ്സ് ആണ് നമുക്ക് ആവശ്യം വരിക. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുൾ സബ്ട്രാക്ടർ ആണ്. ഫുൾ സബ്ട്രാക്ടറിന്റെ കേസിൽ വരുന്ന ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ഡിഫറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ പോലെ തന്നെ ഫുൾ ആഡറിലെ പോലെ തന്നെ എ എക്സോർ ബി എക്സോർ സി ആണ്. ബോറോയ്ക്ക് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? എ ബിക്ക് പകരം എ ബാർ ബി ആണ്. എ ബാർ ബി പ്ലസ് എ എക്സോർ ബി ഇൻറ്റു സി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ 2 ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഫുൾ സബ്ട്രാക്ടറിന് നമുക്ക് 2 ഹാഫ് സബ്ട്രാക്ടറും അതുപോലെ തന്നെ ഒരു ഓർ ഗേറ്റും യൂസ് ചെയ്ത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാഫ് ആഡർ 2 എണ്ണവും ഒരു ഓർ ഗേറ്റും വെച്ച് നമ്മൾ ഫുൾ ആഡർ ഇംപ്ലിമെന്റ് ചെയ്ത പോലെ തന്നെ 2 ഹാഫ് സബ്ട്രാക്ടറും അതുപോലെ ഒരു ഓർ ഗേറ്റും യൂസ് ചെയ്ത് നമുക്ക് ഫുൾ സബ്ട്രാക്ടർ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു ഫുൾ ആഡറും നോട്ട് ഗേറ്റും. ഫുൾ ആഡറിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? ഒരു ഫുൾ സബ്ട്രാക്ടറും ഒരു നോട്ട് ഗേറ്റും ആണെങ്കിൽ ഇവിടെ ഫുൾ സബ്ട്രാക്ടറിന്റെ കേസിൽ ഒരു ഫുൾ ആഡറും ഒരു നോട്ട് ഗേറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാം? ഈ ഫുൾ സബ്ട്രാക്ടറിന്റെ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കാൻ, നാൻഡ് അല്ലെങ്കിൽ നോർ ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ ഫുൾ സബ്ട്രാക്ടർ ഇംപ്ലിമെന്റ് ചെയ്യാൻ നേരത്തെ ഫുൾ ആഡറിന് വേണ്ടി ആവശ്യം വന്ന പോലെ തന്നെ 9 ഗേറ്റ്സ് ആണ് ആവശ്യം വരിക. ഓക്കെ, അതുപോലെയുള്ളതാണ് നമുക്ക് ഒരെണ്ണം പാരലൽ ആഡർ എന്ന് പറയുന്നത്. പാരലൽ ആഡറിൽ എന്ന് പറയുമ്പോൾ 1 by 1 ആയിട്ട് ചെയ്തു പോവാണ്. അപ്പൊ n ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് പാരലൽ ആഡർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ n-1 ഫുൾ ആഡറും ഒരു ഹാഫ് ആഡറും വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 2n-1 ഹാഫ് ആഡേഴ്സും n-1 ഓർ ഗേറ്റ്സും യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പാരലൽ ആഡർ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മക്സ് ആണ്. മക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലക്സേഴ്സിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, മൾട്ടിപ്ലക്സേഴ്സിന്റെ കേസിൽ എന്താ വരുന്നത്? നമുക്ക് മെനി ഇൻപുട്സ് ലൈൻ ഉണ്ടാവും. അതിൽ ഒരു ലൈൻ സെലക്ട് ചെയ്യുക. അതായത് ഔട്ട്പുട്ടിൽ ഒരു സിംഗിൾ ലൈനേ ഉണ്ടായിരിക്കുള്ളൂ. ഇൻപുട്ടില് മെനി ഇൻപുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത്
ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് ലൈന് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഫ്രം ബൈ യൂസിങ് സെറ്റ് ഓഫ് സെലക്ഷൻ ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് ലൈനിനെ സെലക്ട് ചെയ്യാണ് മൾട്ടിപ്ലെക്സേഴ്സിൽ ചെയ്യുന്നത്. അവിടെ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ആണെങ്കിൽ 2n ഇൻപുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾ എങ്ങോട്ടാണ് ആക്കുന്നത്? ഒറ്റ പെർട്ടിക്കുലർ ഔട്ട്പുട്ട് ലൈൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ, സിംഗിൾ ഔട്ട്പുട്ട് ലൈൻ. അതായത് 2n1 എന്നല്ലേ വരിക അല്ലെ, അതായത് 2n ഇൻപുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ഔട്ട്പുട്ടിൽ എന്താണ്? ഒറ്റ ലൈനേ ഉണ്ടായിരിക്കുള്ളൂ. വേർ n ഈക്വൽ ടു, ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ആണ്. ഓക്കെ, മക്സിനെ തന്നെ നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ പറയാം? വേറെ ഡിഫറെന്റ് നെയിംസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഡാറ്റ സെലക്ടർ എന്ന് പറയാം, കാരണം ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് ലൈൻസിൽ നിന്ന് നമ്മൾ പെർട്ടിക്കുലർ വൺ ഡാറ്റ സെലക്ട് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെനി ടു വൺ സർക്യൂട്ട്, കാരണം ഇൻപുട്ട് എത്ര ഉണ്ട്? ഇൻപുട്ടിൽ നമുക്ക് മെനി നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഔട്ട്പുട്ടിൽ ഒറ്റ ഔട്ട്പുട്ട് ലൈനേ ഉണ്ടാവുള്ളൂ. ഔട്ട്പുട്ടിൽ നമുക്ക് ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെ മെനി ടു വൺ സർക്യൂട്ട് എന്നും പറയാം. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതിനെ യൂണിവേഴ്സൽ ലോജിക് സർക്യൂട്ട് എന്നും പറയും. അത് ഇമ്പോർട്ടന്റ് ആണ്. ഏതിനെയാണ് യൂണിവേഴ്സൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്? മക്സിനെയാണ്, മൾട്ടിപ്ലെക്സറിനെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ പാരലൽ ടു സീരിയൽ കൺവേർട്ടർ എന്നും ഇത് അറിയപ്പെടും. അപ്പോൾ ഓൾട്ടർനേറ്റ് നെയിംസ് ഫോർ മക്സും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് m ഡാറ്റ ഇൻപുട്സും അതുപോലെ n സെലക്ഷൻ ലൈൻസും ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. n is equal to number of select line n is equal to log m to the base 2. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് മക്സിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് മക്സ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഏറ്റവും ചെറിയ സർക്യൂട്ട് എന്ന് പറയുന്നത് 2/1 മക്സ് ആണ്. 2/1 മക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്ത പോലെ തന്നെ 2n1 അവിടെയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? 2:1 വന്നിട്ടുള്ളത്. വിച്ച് ഇംപ്ലൈസ് n is equal to എന്തായിരിക്കും? 1 അല്ലേ, കാരണം ഇവിടെ 2:1 അല്ലേ വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് എത്ര എണ്ണം ഉണ്ടാവും? ഒറ്റ സെലക്ട് ലൈനേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് ഇൻപുട്ട് ലൈൻസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇൻപുട്ടിൽ ഇതാ 2 അല്ലേ വരുന്നത്. I0 I1 എന്ന് പറയുന്ന ഈ രണ്ട് ഇൻപുട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക? ഒറ്റ ലൈനേ കിട്ടുള്ളൂ അല്ലെ, ഒറ്റ ഔട്ട്പുട്ട് ലൈനേ കിട്ടുള്ളൂ. എയ്തർ I0 അല്ലെങ്കിൽ I1. അപ്പൊ നമ്മള് y കണ്ടുപിടിക്കാനുള്ള ഫോമുല എഴുതാണെങ്കിൽ എങ്ങനെ വരും? y is equal to S0 bar I0 പ്ലസ് S0 I1 എന്ന് വരും. ഇതാണ് ഈ S0 എന്ന് പറയുന്നത്. സെലക്ട് ലൈനിന് S0 എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോ സപ്പോസ് S0 എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഏതാ വരുന്നുണ്ടാവുക? I1 ആയിരിക്കും വരുന്നുണ്ടാവുക. S0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെങ്കിൽ. അതുപോലെ തന്നെ S0 ഇവിടെ 0 കൊടുത്തു നോക്കൂ. y എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ വരിക? I0 ആണ് വരിക അല്ലെ. അപ്പോ വിത്ത് വൺ സെലക്ട് ലൈൻ ആൻഡ് രണ്ട് ഇൻപുട്ട് ലൈൻസ് നമുക്ക് ഒരു 2/1 മക്സ് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ചും കൂടി വലിയ സർക്യൂട്ട് ആണെങ്കിൽ തൊട്ടടുത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4/1 മക്സ് എടുക്കാം. 4/1 മക്സിന്റെ കേസിൽ 2n1 എന്നുള്ളത് എടുക്കുമ്പോൾ 2 സ്ക്വയർ അല്ലേ വരുന്നത്? 2 സ്ക്വയർ 1 എന്നാണ് വരുന്നത്. വിച്ച് ഇംപ്ലൈസ് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് വിൽ ബി ഈക്വൽ ടു എന്താ? 2 ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ രണ്ട് സെലക്ട് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. S0 ഉണ്ട്, S1 ഉണ്ട്. ഓക്കെ, പിന്നെ ഇൻപുട്ട് ലൈൻസ് എത്ര എണ്ണം ഉണ്ട് എന്നാ പറഞ്ഞ നമ്മള്? 4 ആണ്. 4/1 മക്സ് ആയതുകൊണ്ട് 4 ഇൻപുട്ട് ലൈൻസ് ആണുള്ളത്. I0 to I3 ആണ് നമുക്ക് ഇൻപുട്ട് ലൈൻസ് വരുന്നെങ്കിൽ ഔട്ട്പുട്ടിൽ എത്ര ലൈൻസ് ഉണ്ടായിരിക്കും? ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ അല്ലെ. അതിൽ ട്രൂത്ത് ടേബിൾ നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ S1ഉം S0യും വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാം എഴുതി നോക്കുക. അതായത് 0 0 0 1 1 0 1 1 ഈ 4 കോമ്പിനേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുക ഈ രണ്ട് സെലക്ട് ലൈൻസ് വെച്ചിട്ട്. അപ്പോൾ ഓരോന്നാവുന്ന കേസിലും ഓരോ ഇൻപുട്ട് പെർട്ടിക്കുലർ ഇൻപുട്ടിനെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. S1ഉം S0യും 0 ആണെങ്കിൽ I0 ആണ് വരിക.
S10യും S01 ആണെങ്കിൽ I1 ആണ് വരിക. ഇനി S11ഉം S00യും ആണെങ്കിൽ I2 ആണ് വരിക. രണ്ടും 1 ആണെങ്കിൽ I3 ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ നമ്മൾ ട്രൂത്ത് ടേബിളിൽ നിന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? Y ഈക്വൽ ടു S1 ബാർ S0 ബാർ I0 പ്ലസ് S1 ബാർ S0 I1 പ്ലസ് S1 S0 ബാർ I2 പ്ലസ് S1 S0 I3 വരും. ഓക്കെ അല്ലേ? നമുക്ക് ലോവർ ഓർഡർ മക്സസ് യൂസ് ചെയ്തിട്ട് ഒരു ഹയർ ഓർഡർ മക്സ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എത്ര എണ്ണം വേണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. അതായത് നമ്മുടെ മക്സ് നമ്മുടെ കയ്യിലുള്ളത് 2/1 മക്സ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് 4/1 മക്സ് ആണ്, വിച്ച് ഇംപ്ലൈസ് 2 സ്ക്വയർ ഈസ് ടു 1 കേട്ടോ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കയ്യിലുള്ള മക്സ് ഏതാണ്? 2/1 മക്സ് ആണ്. അപ്പൊ 2/1 മക്സ് എത്ര എണ്ണം വേണമെന്ന് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ റേഷ്യോസ് തമ്മിലുള്ള ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 4 - 1 ഡിവൈഡഡ് ബൈ നമ്മുടെ കയ്യിലുള്ള മക്സിന്റെ ഇതേപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് 2 - 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 3/1 വിച്ച് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് 16/1 മക്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് 4/1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യണം? 16 - 1 ഡിവൈഡഡ് ബൈ 4 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഇവിടെ കണ്ടില്ലേ 5 ആണ്, 5 മക്സ് ആണ് വരേണ്ടത്. ഓക്കെ, ഇതുപോലെ ആണ് ഓരോന്നിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഇത് ശരിയാണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ 256ന്റെ കേസിൽ കുറച്ചൊരു വ്യത്യാസം വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 256 - 1 ഡിവൈഡഡ് ബൈ 8 - 1 ചെയ്യുമ്പോൾ നമുക്ക് 255 ഡിവൈഡഡ് ബൈ 7 ആണ് വരിക. അത് 36.5 ആണ്. അപ്പൊ നമ്മൾ എത്ര എണ്ണം എടുക്കേണ്ടി വരും? 37 എടുക്കേണ്ടി വരും. അപ്പൊ ഇതുപോലെ പോയിന്റ് വന്നിട്ടുള്ള നമ്പർ വരികയാണെങ്കിൽ തൊട്ടടുത്ത നമ്പർ ആണ് എടുക്കുക. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്കിതിനെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? 2n1 മക്സിനെ 2:1 മക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടോട്ടലി എത്ര 2:1 മക്സ് വേണം എന്നുള്ളത് എങ്ങനെയാ കാണുക? 2n - 1 ഡിവൈഡഡ് ബൈ 2 - 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് 2n - 1 തന്നെ വരില്ലേ? അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ് മക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിവേഴ്സൽ ലോജിക് സർക്യൂട്ട് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്പർ ഓഫ് മക്സ് n/1 മക്സ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് m/1 മക്സ് ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തൊട്ട് മുന്നേ നോക്കിയ എക്സാമ്പിൾ പോലെ m എന്ന് 1 മൈനസ് ചെയ്ത് ഡിവൈഡഡ് ബൈ n എന്ന് -1 ചെയ്തത് തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് n/1 മക്സസ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് m/1 മക്സസ് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഒരു 4/1 മക്സ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് 4/1 മക്സ് യൂസ് ചെയ്തിട്ട് ഏത് 2 വേരിയബിൾ ഫംഗ്ഷനും ഇംപ്ലിമെന്റ് ചെയ്യാം, ചില 3 വേരിയബിൾ ഫംഗ്ഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മുടെ 4/1 മക്സ് ആണ് ഉള്ളത്, ഒരു നോട്ട് ഗേറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 4/1 മക്സിന്റെ ഒപ്പം ഒരു നോട്ട് ഗേറ്റും കൂടി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ 2 വേരിയബിൾ ലോജിക് ഫംഗ്ഷൻസും അതുപോലെ തന്നെ എല്ലാ 3 വേരിയബിൾ ലോജിക് ഫംഗ്ഷൻസും ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ കയ്യിൽ 8:1 മക്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ 3 വേരിയബിൾ ലോജിക് ഫംഗ്ഷൻസും ചെയ്യാൻ പറ്റും. കാരണം 2�3, 2 ക്യൂബ് ആണ് വരുന്നത് അല്ലെ? അതാണ് 8 എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ 3 വേരിയബിൾ ലോജിക് ഫംഗ്ഷൻസും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചില 4 വേരിയബിൾ ലോജിക് ഫംഗ്ഷൻസേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ 8/1 മക്സിന്റെ കൂടെ നമ്മളൊരു നോട്ട് ഗേറ്റും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ 3 വേരിയബിൾ ഫംഗ്ഷൻസും അതുപോലെ എല്ലാ 4 വേരിയബിൾ ഫംഗ്ഷൻസും ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡീമൾട്ടിപ്ലക്സർ ആണ്. മൾട്ടിപ്ലക്സറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. ഡീമൾട്ടിപ്ലക്സറിന്റെ
ഷോർട്ട് ഫോം എന്താണ്? ഡിമക്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഒറ്റ ഇൻപുട്ട് ലൈൻ ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഒരു സിംഗിൾ ലൈൻ ഓഫ് ഇൻഫോർമേഷൻ മാത്രമാണ് റിസീവ് ചെയ്യുന്നത്. അതിനെ എത്ര ഔട്ട്പുട്ട് ലൈൻസ് ആക്കി മാറ്റും? 2n പോസിബിൾ ഔട്ട്പുട്ട്സ് ആക്കി മാറ്റും. അപ്പൊ എന്റെ റേഷ്യോ എന്താണ്? 1:2n. മക്സിന്റെ ഓപ്പോസിറ്റ് അല്ലെ? കാരണം മക്സിന്റെ കേസിൽ നമുക്ക് റേഷ്യോ എന്താ വന്നിട്ടുണ്ടായിരുന്നത്? 2:n:1 ആയിരുന്നു. ഇവിടത്തെ കേസ് എന്താണ്? 1:2n ആണ് വരുന്നത്. n നേരത്തെ പോലെ തന്നെ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് തന്നെയാണ്. അപ്പോൾ ഡീമൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇൻപുട്ട് ലൈനിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള 2n ഔട്ട്പുട്ട് ലൈൻസ് എടുക്കുന്നതിനെയാണ് നമ്മൾ, അങ്ങനത്തെ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീമൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. ഇനി നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡീമൾട്ടിപ്ലക്സറിന് ഡീകോഡർ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഡീകോഡർ വിത്ത് എനേബിൾ ഇൻപുട്ട് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഫങ്ഷൻ ആസ് ഡീമൾട്ടിപ്ലക്സർ. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിമക്സിനെ നമ്മൾ മൾട്ടിപ്ലക്സർ പഠിച്ചിരുന്നപ്പോ നമ്മൾ പല നെയിംസ് പറഞ്ഞു, ലൈക്ക് മെനി ടു വൺ സർക്യൂട്ട്, ഡാറ്റ സെലക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഡിമക്സിന്റെ കേസിലും ഇതുപോലെ വേരിയസ് നെയിംസ് ഉണ്ട്. എന്താണ്? ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ, ഒറ്റ ലൈൻ വന്നിട്ട് പിന്നെ 2n ഔട്ട്പുട്ട് ലൈൻസ് പോസിബിൾ ആണ്. അതായത് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാം. അതുപോലെ തന്നെ 1 to many സർക്യൂട്ട് എന്നും പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ സിംഗിൾ ഇൻപുട്ട് ആണ് ഉണ്ടായിരിക്കുക. നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് റിക്വയർഡ്, അതായത് എന്നിന്റെ വാല്യൂ കാണാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? log n to the base 2 ആണ്. ഓക്കെ, ഡിമക്സിന്റെ നമുക്ക് എക്സാമ്പിൾ നോക്കാം അല്ലെ? 1/2 ഡിമക്സ് ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇൻപുട്ടേ ഉണ്ടാവുള്ളൂ, രണ്ട് ഔട്ട്പുട്ട് ഉണ്ടാവും, y0 and y1. i ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ y0 എന്ന് പറയുന്നത് s ബാർ ഐയും y1 എന്ന് പറയുന്നത് s ഇൻറ്റു ഐ ചെയ്തതായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഇൻപുട്ടിൽ ഒരു ലൈനും നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര ലൈൻസ് ഉണ്ട്? 4 ലൈൻസ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. അതായത് സെലക്ട് ലൈൻസ് എത്ര എണ്ണം വേണ്ടി വരും? 2 സെലക്ട് ലൈൻസ് വേണ്ടി വരും. ഇവിടത്തെ കേസിലാണിപ്പോൾ 2:1 ആയതുകൊണ്ട് ഒരു സെലക്ട് ലൈനേ ആവശ്യം വന്നുള്ളൂ. അപ്പൊ ഇവിടത്തെ കേസിൽ നമ്മൾ ഓരോന്നിന്റെ ഇക്വേഷൻ എഴുതാണെങ്കിൽ എങ്ങനെ വരും? y0 is equal to s1 bar s0 bar i, y1 is equal to s1 bar s0 i, y2 is equal to s1 s0 bar i, y3 is equal to s1 s0 i. ഇത് നമ്മൾ ഏതിന്ന് എഴുതുന്നത്? ട്രൂത്ത് ടേബിൾ എന്നാണ്. അതായത് 0 വരുന്ന സമയത്ത് നമുക്ക് y0 ആണ് ഔട്ട്പുട്ടിൽ കിട്ടുക. 0 വരുന്ന സമയത്ത് y1 ആണ് ഔട്ട്പുട്ടിൽ കിട്ടുക. 10 വരുന്ന സമയത്ത് y2 ആണ് ഔട്ട്പുട്ടിൽ കിട്ടുക. 11 വരുന്ന സമയത്ത് y3 ആണ് ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, ഈ ഒരു ട്രൂത്ത് ടേബിൾ നിന്നാണ് നമ്മൾ ഈ ഇക്വേഷൻസ് എഴുതിയിട്ടുള്ളത്. ഇനി നേരത്തെ പോലെ തന്നെ ഹയർ ഓർഡർ ഡിമക്സ് നമുക്ക് ലോവർ ഓർഡർ ഡിമക്സിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നേരത്തെ അതേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. എന്താ? ഇവിടെ റേഷ്യോ അങ്ങോട്ട് തല തിരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ എന്ത് തന്നെയാണ്? 4-1 ഡിവൈഡഡ് ബൈ 2-1, അതായത് m-1 ഡിവൈഡഡ് ബൈ n-1 ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ? ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് m/1ഉം നമ്മുടെ കയ്യിലുള്ള ഗിവൺ ഡിമക്സ് n/1 ഓർഡറിലാണെങ്കിൽ n-1 ഡിവൈഡഡ് ബൈ n-1 ആണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എന്ത് കിട്ടും? 3 കിട്ടും. 4-1 3 ഡിവൈഡഡ് ബൈ 1 വരും, 3 എന്ന് കിട്ടും. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 8/1 മക്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ m-1 എന്താണ്? 8-1 ഡിവൈഡഡ് ബൈ 2-1, 1/2 ഡിമക്സ് തന്നെയാണ് നമുക്ക് കയ്യിലുള്ളത്. അപ്പൊ 8-1 ഡിവൈഡഡ് ബൈ 2-1 വിച്ച് ഈസ് ഈക്വൽ ടു 7 അല്ലെ? ഓക്കെ അല്ലെ? അപ്പോ ഈ ഒരു ജനറൽ ഇക്വേഷൻ തന്നെയാണ് എന്ത് ഡിമൾട്ടിപ്ലക്സറിന്റെ കേസിലും വരുന്നത്. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നേരെ ഇൻവേർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതായത് 2:1 ആയിരുന്നോടത്ത് ഇവിടെ 1/2 ആണ്, 4:1 ആയിരുന്നോടത്ത് ഇവിടെ 1/4 ആണ്. ബാക്കി ഇക്വേഷൻ ഒക്കെ സെയിം തന്നെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോമ്പിനേഷണൽ സർക്യൂട്ടിലെ ഡീകോഡേഴ്സ് ആണ്.
ഒരു ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് മെനി ഇൻപുട്സ് ലൈൻസ് ആൻഡ് മെനി ഔട്ട്പുട്ട് ലൈൻസ്. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകോഡേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പറയാം, ഒരു ബൈനറി ഇൻഫോർമേഷനെ n ഇൻപുട്ട് ലൈൻസിൽ നിന്ന് മാക്സിമം എത്ര വരും, 2n യുണീക്ക് ഔട്ട്പുട്ട് ലൈൻസ് ആക്കി മാറ്റാൻ കഴിയുന്ന കോമ്പിനേഷണൽ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീകോഡർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈനറി ടു ഒക്ടൽ നമുക്ക് എടുക്കാം. അതായത് 3:8 ഡീകോഡർ. അതുപോലെ ബൈനറി ടു ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ ആവുമ്പോൾ എന്താണ്, 16 അല്ലേ വരിക. അപ്പൊ ബൈനറി ടു ഹെക്സാഡെസിമൽ ആവുമ്പോൾ 4 to 16 ആക്കുന്ന ഒരു ഡീകോഡർ വേറൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അതില് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് എന്ന് പറയുന്നത് മാക്സിമം 2n ആയിരിക്കും, വേർ n is the total number of input lines. m is less than or equal to 2n ആണ് വരിക. അതായത് ഇപ്പൊ നമ്മൾ 3 ആണ് ഇവിടെ ഇൻപുട്ട് ലൈൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ m can be less than or equal to മാക്സിമം എത്രയാണ്, 2 ക്യൂബ് which is equal to 8. അതുപോലെ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്, m less than or equal to 2⁴ which is equal to 16. അപ്പൊ മാക്സിമം 16 ഔട്ട്പുട്ട് ലൈൻസ് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ജനറൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ലൈൻസ് m will be less than or equal to 2n, where n is the number of input lines. ഇൻപുട്ട് ലൈൻസിന്റെ നമ്പർ ആണ്, സെലക്ട് ലൈൻസോ മറ്റോ അല്ല. അത് ശ്രദ്ധിച്ചു വെക്കാം. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലാവാനായിട്ട് നമുക്കൊരു 3/8 ഡീകോഡറിന്റെ കേസ് പറയാം. 3/8 ഡീകോഡറിന്റെ കേസിൽ നമുക്ക് ഇൻപുട്ട് ലൈൻസ് എത്ര എണ്ണാണുള്ളത്, 3 എണ്ണാണുള്ളത് അല്ലെ. ലെറ്റ് ഇറ്റ് ബി എക്സ്, വൈ ആൻഡ് ഇസഡ് ആണെന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് ലൈൻസ് നമുക്ക് എത്ര എണ്ണം ഉണ്ട്, 8 എണ്ണം ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി D0 to D7 വരെയാണെന്ന് വിചാരിക്കുക. D0, D1, D2 എക്സെട്ര അപ് ടു D7 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഓരോ കോമ്പിനേഷൻസിനും അതായത് XYZ എന്ന് പറയുന്നതിന് ടോട്ടൽ എത്ര കോമ്പിനേഷൻ നമുക്ക് പറയാനുണ്ടായിരിക്കും, 3, 3, 6, 8 കോമ്പിനേഷൻസ് പറയാനുണ്ടായിരിക്കും. ലൈക്ക് 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0 അങ്ങനെ പോയി 7 വരെ, 1, 1, 1 വരെ ഉള്ള അത്രയും കോമ്പിനേഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിനനുസരിച്ച് ഓരോ കോമ്പിനേഷനിലും ഫസ്റ്റ് കോമ്പിനേഷന് D0 1 ആയിരിക്കും, സെക്കൻഡ് കോമ്പിനേഷന് D1 ആയിരിക്കും 1, തേർഡ് കോമ്പിനേഷന് D2 ആയിരിക്കും 1, ബാക്കിയെല്ലാം 0 ആണ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു 3/8 ഡീകോഡറിന്റെ ഒരു എക്സാമ്പിൾ, ഒരു ട്രൂത്ത് ടേബിൾ വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ ലോജിക്കൽ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം. D0 എന്ന് പറയുന്നത് എന്താണ്, D0 is equal to x bar, y bar, z bar എന്ന് നമുക്ക് പറഞ്ഞൂടെ. അതുപോലെ D1 ആണെങ്കിൽ എന്താണ്, x bar, y bar, z ആണ് അല്ലേ. കാരണം ഇവിടെ z is equal to 1 അല്ലേ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ D2ന്റെ നമ്മളിപ്പോ എഴുതാണെങ്കിൽ എങ്ങനെ വരും, x bar, y, z bar വരും അല്ലേ. അപ്പൊ ഇതുപോലെ നമുക്ക് ഇക്വേഷൻസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും ഈ കോമ്പിനേഷൻസിനൊക്കെ. അപ്പൊ അതാണ് ഡീകോഡേഴ്സിന്റെ കേസിൽ വരുന്നത്. ഡീകോഡേഴ്സിന്റെ കേസിൽ n/2n ഡീകോഡേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ m/2m ഡീകോഡേഴ്സിനെ റിയലൈസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ നമ്പർ വരിക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലൈക്ക് x is equal to 2m divided by 2n ആയിരിക്കും, 2m divided by 2n. y is equal to x കിട്ടിയിട്ടുള്ള x divided by 2n ചെയ്യുക. z ആണെങ്കിൽ കിട്ടിയിട്ടുള്ള y divided by 2n ചെയ്യുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് 2:4 ഡീകോഡർ ആണെന്ന് വിചാരിക്കുക.
അത് എത്ര എണ്ണം വേണം? ഒരു 4:16 ഡീകോഡർ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ 2:4 ഡീകോഡർ എന്ന് പറയുമ്പോൾ 2:2 സ്ക്വയർ ആണ് വരുന്നത് അല്ലെ, വിച്ച് ഇംപ്ലൈസ് ഈ ഒരു ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ n=2 ആണ് വരുന്നത് അല്ലെ. അതുപോലെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് m/2m ആണ്. m എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 4 ആണ്. 16 എന്ന് പറയുന്നത് എന്താണ്? 2⁴ ആണ്. വിച്ച് ഇംപ്ലൈസ് m ഇവിടെ എന്താണ് വരുന്നത്? 4 ആണ് വരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? x എന്തായിരിക്കും? 2m divided by 2n, which is equal to 16 divided by 4, which is equal to 4. ഇനി എന്താ ചെയ്യുന്നത്? y കാണണമെങ്കിൽ ഈ കിട്ടിയിട്ടുള്ള x എന്ന് പറയുന്നത് 4 divided by 2n ചെയ്യുക, which is equal to 4 divided by 4, which is equal to 1. അതായത് ടോട്ടൽ 4 plus 1, which is equal to 5 ഡീകോഡേഴ്സ് ആണ്. അതുപോലെ നമുക്ക് നമ്പർ ഓഫ് ലെവൽസ് ആണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? 1 പ്ലസ് നമ്പർ ഓഫ് ടൈംസ് ഡിവൈഡിങ് വിത്ത് 2n. ഈ ഒരു എക്സാമ്പിളിൽ എത്ര പ്രാവശ്യം നമ്മൾ 2n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഇത് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം. അപ്പൊ 1 പ്ലസ് എന്തായിരിക്കും? 2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 3 ആണ് നമ്പർ ഓഫ് ലെവൽസ്. ഓക്കെ അല്ലെ. പിന്നെ ഓർത്ത് വെക്കേണ്ട ചില പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണിത്. 2/4 ഡീകോഡറിന് 1/4 ഡിമക്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും, ആൻഡ് വൈസ് വേഴ്സ ഓൾസോ വർക്കിംഗ്. ഓക്കെ. അതുപോലെ തന്നെ ഡീകോഡറും ഡിമക്സും സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഡീകോഡർ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ആൻഡ് ഗേറ്റ്സ് ആൻഡ് നാൻഡ് ഗേറ്റ്സ്. ഓക്കെ. n ഫങ്ഷൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ n മക്സസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു n/2n ഡീകോഡറും അതുപോലെ തന്നെ n OR ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. നൗ ദ ലാസ്റ്റ് വൺ ഇസ് എൻകോഡേഴ്സ്. എൻകോഡേഴ്സിന്റെ കേസിൽ പറയുമ്പോഴും ഇതുപോലെ തന്നെ മെനി ഇൻപുട്സ് ആണ്, പക്ഷെ ഫ്യൂവർ ഔട്ട്പുട്സ് ആണ്. മെനി ടു മെനി തന്നെയാണ്, പക്ഷെ ഇൻപുട്സ് കുറവും ഔട്ട്പുട്സ് കൂടുതലായിരിക്കും. ഏതിന്റെ കേസിൽ? എൻകോഡറിന്റെ കേസിൽ വരുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒക്ടൽ ടു ബൈനറി എന്താണ്? 2⁵3 ആണ് വരുന്നത്. നേരത്തെ നേരെ ഓപ്പോസിറ്റ് അല്ലെ വരുന്നത്. ഹെക്സാഡെസിമൽ ആണെങ്കിൽ എന്താണ്? 2⁴4 ആണ് വരുന്നത് അല്ലെ. അപ്പോ നോർമൽ എൻകോഡറിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലൈൻ ആയിരിക്കും അറ്റ് എ ടൈം ഹൈ ആയിരിക്കുക, ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ അപ്പിയേഴ്സ് അറ്റ് ഔട്ട്പുട്ട്. നമ്മൾ നേരത്തെ കണ്ട ട്രൂത്ത് ടേബിൾ നേരെ തിരിച്ചിടുകയാണെങ്കിൽ അതാണ് നമ്മുടെ എൻകോഡറിന്റെ കേസിൽ വരിക. അതിന്റെ കണ്ടീഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ പ്രയോറിറ്റി എൻകോഡർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്രയോറിറ്റി എൻകോഡറിന്റെ കേസിൽ മോർ ദാൻ 1 ഇൻപുട്ട് ലൈൻ ഹൈ ആവാൻ പറ്റും, ബട്ട് ബൈനറി ഔട്ട്പുട്ട് കറസ്പോണ്ട്സ് ടു ഹയസ്റ്റ് പ്രയോറിറ്റി ലൈൻ ആയിരിക്കും. ഓക്കെ. ഈ 2 പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത്രയാണ് കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Focus on what really matters.